guys. Today we are going to the highest place ever. Do you know? This is the Funtopia. You might do some tricks, but I am going to the dark. You see? I am in the dark. Ready? Go! Go! ഇന്നത്തെ വീഡിയോ മോളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്കൂള് തുറക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ദിവസം അവളെ കൊണ്ടൊരു പ്ലേയിങ് ഗ്രൗണ്ടിലൊന്ന് പോയി. അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മൗറീഷ്യസിലെ ട്രെബേക്ക മാളിൽ 2 മാസം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ പ്ലേയിങ് ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. ഫൺടോപ്പിയ ഇൻഡോർ പ്ലേയിങ് ഗ്രൗണ്ടാണ്. പക്ഷേ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ 400 രൂപയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ മോൾ അകത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ അകത്തേക്ക് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് ശേഷം അവളെ പിറകെ ഓടിയിട്ട് ഞാൻ ക്ഷീണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. Zip line. You want to see? Then move back. One. Watch this, guys. This will spin you around, make you dizzy. You want to see? Basketball next. Here's the ball. But this is actually heavy. So, you jump and throw it. I did it slow. രണ്ടാമത്തെ ശ്രമത്തിൽ തന്നെ മോള് ബോള് ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടോ. എന്നാൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. ഇതും വീണു. ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഒരു തവണ മാത്രമേ വീണുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് വീണതേ ഇല്ല. അതുകൊണ്ട് ആ കളി മതിയാക്കി ഞങ്ങൾ നേരെ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്.
ഭംഗിയുള്ളൊരു സാധനമല്ലേ ഇത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മളെടുത്തതാ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനൊരു സാധനമുണ്ട്, ഒരു ബോക്സ് പോലെ. ആ ബോക്സിനുള്ളിൽ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ഇത് ലൈറ്റായിട്ട് മാറുന്നു. എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ കുറേ സമയം അവളുടെ കൂടെ ഞാനും ഇരുന്ന് ഇതുപോലെ ഈ ഗെയിം കളിച്ചു. ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന പോലെ തള്ള വൈബാണോ എന്നറിയില്ല. ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ, ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ എന്തെല്ലാം സാധനങ്ങളാണ്. ഞാനൊന്നും എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള ഇൻഡോർ പ്ലേയിങ് ഗ്രൗണ്ടിലാണെങ്കിലും ഔട്ട്ഡോർ പ്ലേയിങ് ഗ്രൗണ്ടിലാണെങ്കിലും പോയി കളിച്ചിട്ടേ ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മാനാഞ്ചിറ പോകുന്ന സമയത്തോ കോഴിക്കോട് ബീച്ചിൽ പോകുന്ന സമയത്തോ ഒക്കെ അവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഒരു പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇതുപോലെയൊന്നും അല്ല കേട്ടോ, ചെറിയ സ്ലൈഡും കുറച്ച് ഊഞ്ഞാലൊക്കെ ആയിട്ട് അവിടെ കളിച്ചൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ 1 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല കേട്ടോ. കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു മോളിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പോന്നു. കാരണം അതിൻ്റെ വലിയ വലിയ പ്രോഗ്രാംസ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ജനുവരി 29-നാണ് ചൈനീസ് ന്യൂ ഇയർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണാം.